ദം ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഈ ബിരിയാണി നമ്മൾ ദം ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന റൈസും വെജിറ്റബിൾസും രണ്ടും സെപ്പറേറ്റ് നമ്മൾ പകുതി മാത്രം വേവിക്കും. പിന്നെ ബാക്കിയുള്ള വേവ് നമ്മൾ വേവിക്കുന്നത് ബിരിയാണി നമ്മൾ ദം ആക്കുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കോളിഫ്ലവർ വേണം, അതും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവറിൻ്റെയും പൊട്ടറ്റോയുടെയും പകുതി മാത്രം എടുത്താൽ മതി. ക്യാരറ്റും ഫ്രോസൺ ഗ്രീൻ പീസും. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ചേർക്കാം, അല്ലെങ്കിൽ ബീൻസ്. ഇത്രയ്ക്ക് വെജിറ്റബിൾസാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഈ വെജിറ്റബിൾസ് കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ഒരേ അളവിൽ എടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഗരം മസാല വേണം, അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില വേണം, പുതിനയില വേണം. അത് മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക. മല്ലിയിലയുടെ ഒരു 1/4 ഭാഗം മാത്രം എടുത്താൽ മതി പുതിനയില. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അത് ഈ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ റൈസിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ കറിക്ക് കുറച്ച് പുളി കൂടുതൽ വേണം. എന്നാൽ മാത്രമേ ആ റൈസിലേക്കും കുറച്ച് പുളി കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തൈര് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് വേണം. അത് ഞാൻ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള സ്പൈസസാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്, 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 2 തക്കോലം, പിന്നെ ഒരു 5 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ജീരകം പെരുംജീരകമല്ല എടുത്തേക്കുന്നത്, നല്ല ജീരകമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ പകുതി സ്പൈസസ് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ചേർക്കണം. ബാക്കിയുള്ളത് നമ്മൾ വെജിറ്റബിളിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണം. ഇനി നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൽ സഫ്രോൺ ഇട്ടിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ സഫ്രോണിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഈ തേങ്ങാപ്പാലും ഈ സഫ്രോണൊക്കെ ബിരിയാണി നമ്മൾ ദമ്മാക്കുന്ന സമയത്ത് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള വറുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ കിസ്മസും കാഷ്നട്ടും വറുത്തത്. പിന്നെ ബിരിയാണിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. പിന്നെ ബിരിയാണി നമുക്ക് ദമ്മാക്കുമ്പോൾ ആ ബിരിയാണിയുടെ പാത്രം നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മൈദപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി എടുക്കുക. അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തന്നെ നമുക്ക് റൈസ് നമുക്ക് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. ആ റൈസ് പകുതി വെന്ത് കഴിയുമ്പോൾ ഈ റൈസിൽ നിന്ന് നമ്മൾ വെള്ളം ഊറ്റി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേണം റൈസ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട്. ആ റൈസ് വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണേന്ന് പകുതി മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നല്ല ജീരകം ചേർക്കാം, കറുകപ്പട്ട ചേർക്കാം, ഏലക്കായ ചേർക്കാം, കറിയാമ്പൂ ചേർക്കാം, തക്കോലം ചേർക്കാം, കുരുമുളക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. അത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് പാകമാണോ എന്ന്. വെള്ളത്തിൻ്റെ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം, എന്നാൽ മാത്രമേ ആ റൈസിൽ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റൈസ് നമുക്ക് പകുതി വേവിക്കാം. ഈ റൈസ് പകുതി വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈസ് എടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ റൈസ് 2 പീസായിട്ട് കട്ടാവും. നമുക്ക് റൈസ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ റൈസ് പകുതി വെന്തിട്ടുണ്ട്. അത് ഒരു റൈസ് എടുത്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് 2 പീസായിട്ട് ഇങ്ങനെ കട്ടാവും. ആ റൈസ് നമ്മൾ വേവിക്കാനിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റൈസിൻ്റെ വേവ് കൂടി പോകും. ഇനി നമുക്ക് ഈ റൈസിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റി കളയാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് നല്ല പരന്ന പാത്രത്തിൽ ഒന്ന് പരത്തി വെക്കണം റൈസ്.
ഇങ്ങനെ തന്നെ പാത്രത്തിൽ നമ്മൾ വെക്കരുത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റൈസ് ഇരുന്നിട്ട് ഒന്നും കൂടിയും വേവും. നമുക്ക് ഈ റൈസിൽ നിന്ന് വെള്ളം ഊറ്റി കളയാം. ഇനി നമുക്ക് വെജിറ്റബിൾ കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് പകുതി ഓയിലും പകുതി നെയ്യും ചേർക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം, പകുതി ഓയിലും ചേർക്കാം. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ സ്പൈസസ് ഇട്ട് നമുക്കൊന്ന് വറക്കാം. കുരുമുളക് ചേർക്കാം, നല്ല ജീരകം ഇതൊന്ന് പതുക്കൊന്ന് മുരിഞ്ഞിട്ട് ചേർത്താൽ മതി. കാരണം നല്ല ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതാ നല്ല ജീരകം കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം നോക്കണം. നല്ല ജീരകം നമ്മൾ ഇട്ട വഴിക്ക് തന്നെ നമ്മൾ സവോളയൊക്കെ ചേർക്കണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ സവോളയൊക്കെ നമുക്ക് എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്തേക്ക് ഒന്ന് പോയിട്ട് സവോളയൊക്കെ ഒന്ന് വഴഞ്ഞ് വരണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, സവോളയും മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോകണം നന്നായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഏറ്റവും അവസാനം കറി റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം പൊട്ടറ്റോ ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. വെജിറ്റബിൾസ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കാം, ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിൾസിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് നമുക്കൊന്ന് പകുതി വരെ വേവിക്കാം. ആ വെജിറ്റബിൾസ് പകുതി വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും തൈരും ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. തീ കൂട്ടി വയ്ക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മുഴുവൻ ഇപ്പോൾ ചേർക്കണ്ട, കുറച്ച് നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കുന്ന സമയത്ത് വേണം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിലെ ചാറ് പകുതി ഒന്ന് വറ്റണം. കറി ഭയങ്കര വെള്ളം പോലെ ഇരിക്കരുത്, ഭയങ്കര ഡ്രൈ പോലെ ഇരിക്കരുത്. കറിയിൽ കുറച്ച് വെള്ളം വേണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ബിരിയാണി നമ്മൾ ദമ്മാക്കി കിട്ടുന്ന സമയത്ത് നമ്മുടെ റൈസ് നമുക്ക് കൃത്യം പാകത്തിന് വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം നമുക്കൊന്ന് വറ്റിക്കുക. അപ്പോൾ ഈ കറിയിൽ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് വെജിറ്റബിൾസൊന്നും ഇപ്പോഴും ശരിക്കും വെന്തിട്ടില്ല. ഈ ഉരുളക്കിഴങ്ങൊന്നും ശരിക്കും വെന്തിട്ടില്ല ഇപ്പോഴും. അത് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ കൂടുതൽ വെന്ത് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ദമ്മാക്കാനുള്ള നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അടപ്പനും ഇതിന് നല്ല കറക്റ്റ് പാകത്തിന് ഫിറ്റ് ആവുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് അടച്ചിട്ട് ഇത് നമുക്ക് ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ചേർക്കാം. ആ നെയ്യ് പാത്രത്തിൻ്റെ എല്ലായിടത്തും ആവണം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ലെയർ കറി ചേർക്കാം. ആ കറി ചേർക്കുമ്പോൾ ചാറും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഒരു ലെയർ കറി ചേർത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് ചേർക്കാം. ആ റൈസൊക്കെ പാത്രത്തിൻ്റെ എല്ലായിടത്തും ഒരേപോലെ ആവും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും കിസ്മിസും ചേർക്കാം.
തേങ്ങാപ്പാൽ കുറേശ്ശെ റൈസിൻ്റെ മുകളിൽ നിന്ന് തെളിച്ച് കൊടുക്കുക. അത് ഒരു ലെയർ കറി ചേർക്കുക, അത് കഴിഞ്ഞിട്ട് റൈസ് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഒരു ലെയർ കറി ചേർക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ റൈസും കൂടി, ഒരു ലെയർ റൈസ് ചേർത്തു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നെയ്യ് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സഫ്രോൺ നമ്മൾ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കാം. ഇനി ബാക്കിയുള്ള കാഷ്നട്ടും കിസ്മിസും ചേർക്കാം. ഇനി നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിന് കറക്റ്റ് അളവുള്ള അടപ്പന് എടുക്കുക. ഈ അടപ്പൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കമത്തി വെക്കണം. ഈ അടപ്പൻ്റെ ചുറ്റോറവും നമ്മൾ മൈദപ്പൊടി നമ്മൾ പിടിപ്പിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടപ്പനെ എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ ഈ പാത്രം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഈ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു തവയുടെ മുകളിലേക്ക് ഈ പാത്രം എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ ഈ റൈസ് നമ്മൾ അങ്ങനെ തന്നെ വെക്കണം ഈ തവയുടെ മുകളിൽ. ഈ തവയുടെ മുകളിൽ വെക്കുമ്പോൾ തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തീ ഓൺ. നമ്മുടെ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് ചൂടാക്കുമ്പോൾ ഒരുപാട് നേരം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം നീക്കി വയ്ക്കാം. ഈ തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റൈസ് വെച്ചേക്കണ പാത്രം ഈ തവയുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് ഈ പാത്രം ഈ തവയുടെ മുകളിൽ വയ്ക്കാം. ഇനി അത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പാത്രത്തിൻ്റെ മുകളിൽ അടപ്പനയ്ക്ക് നന്നായിട്ട് ചൂടായിട്ട് വരും. ആ പാത്രത്തിൻ്റെ അടപ്പ് നന്നായിട്ട് ചൂടായിട്ട് വരുന്നതാണ് ഈ റൈസ് വേഗം. ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റായി. 45 മിനിറ്റ് ആയപ്പോഴാണ് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ചൂടായി വന്നത്. ഒരു 30 മിനിറ്റ് തുടങ്ങി 45 മിനിറ്റ് വരെ ഇട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഈ മൈദപ്പൊടി സൈഡിൽ നിന്നും മാറ്റാം. നമ്മുടെ ബിരിയാണിയിലെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. ഈ റൈസും ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ലേ. നമുക്ക് നോക്കാം ഏറ്റവും അടിയിൽ. നമ്മുടെ ദം ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി. ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലും ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഈ ബിരിയാണി നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ദം ചെയ്തെടുത്ത വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.